കണക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ പറയാറുണ്ട് എന്ത്, ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാണ്, മാത്തമാറ്റിക്സിലാണ്. ഇവിടെ നമ്മൾ ചെറിയൊരു എക്സാമ്പിൾ പഠിക്കാം. ഓക്കെ, സിമ്പിളായിട്ട് എങ്ങനെ സർഫസ് ഏരിയ കാണാം. എന്താണ് സർഫസ് ഏരിയ? ഒരു ക്യൂബ് എക്സാമ്പിളൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു സ്ക്വയറിൻ്റെ സർഫസ് ഏരിയ നമ്മൾ ആദ്യം കാണാം അല്ലേ. ഒരു സ്ക്വയർ എന്താണ്, രണ്ട് സൈഡും സെയിം ആണ്. സ്ക്വയറിൻ്റെ സർഫസ് ഏരിയ എടുക്കുമ്പോൾ a × a സ്ക്വയർ ആണ്. ഒരു ക്യൂബ് എടുക്കുക, നിങ്ങൾ ലോജിക്കലായിട്ട് ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ എല്ലാ വശത്തിൻ്റെയും ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം ആണ്, a ആണ്. a × a സ്ക്വയർ ആണ്. അപ്പോൾ എന്താണ്, 6 × a സ്ക്വയർ 6a സ്ക്വയർ. സിമ്പിളാണ്, ലോജിക്കലായിട്ട് ചിന്തിക്കാം. ഇനി നമ്മളൊരു ക്യൂബോയിഡ് എടുക്കുക. ക്യൂബോയിഡ് എടുക്കുമ്പോൾ എന്താണ്, ലെങ്ത്ത് ഡിഫറൻ്റ് ആണ്, ഹൈറ്റ് ഡിഫറൻ്റ് ആണ്, ബ്രെഡ്ത്ത് ഡിഫറൻ്റ് ആണ്. L, B, H. L എന്താണ്, ലെങ്ത് ആണ്. B എന്താണ്, ബ്രെഡ്ത്ത് ആണ്. H എന്താണ്, ഹൈറ്റ്. ഓക്കെ, ഇനി സെയിം ലോജിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ക്യൂബോയിഡിൽ എന്തുണ്ട്, 6 ഫേസസ് ഉണ്ട്. നമ്മൾ ഈ ഒരു ഫേസിന്റെ ഏരിയ എടുക്കുമ്പോൾ B × H ആണ്. അതേപോലെ ഓപ്പോസിറ്റ് ഉണ്ട്, സെയിം സർഫസ് ഏരിയയിൽ ഒരു ഫേസ് ഉണ്ട്, അതിൻ്റെതും എന്താണ്, B × H ആണ്. അപ്പൊ 2 × B × H. ഓക്കെ, അതേപോലെ എന്താണ്, മുകളിലത്തെ ഫേസ് എടുക്കാം, അതിന്റെ സർഫസ് ഏരിയ എന്താണ്, L × B ആണ്. അതേപോലെ ഓപ്പോസിറ്റും സൈഡ് ഉണ്ട്. അപ്പൊ എന്താ, 2 × L × B. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2 × LB പ്ലസ് 2 × BH പ്ലസ് 2 × LH. ഇനി നമുക്ക് എല്ലാത്തുനിന്നും 2 അങ്ങോട്ട് പുറത്തെടുക്കാം. 2 × ബ്രാക്കറ്റിൽ LB പ്ലസ് BH പ്ലസ് LH. ഇനി ഇവിടെ സെയിം കൺസെപ്റ്റ് നമ്മൾ ഇവിടെ പഠിച്ചത് അപ്ലൈ ആണെങ്കിലോ, ഇവിടെ L = B = H ആണെങ്കിൽ എന്തായി, അതെന്തായി, ഒരു ക്യൂബായി മാറി. അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അപ്പം എന്തായി, 2 × എല്ലാ സൈഡും സെയിം ആണ് എന്ന് നമ്മൾ പറഞ്ഞു. എല്ലാ സൈഡും സെയിം ആണ്, അതായത് നമുക്ക് A ആണെന്ന് പറയാം അല്ലേ. A × A സ്ക്വയർ പ്ലസ് A × A സ്ക്വയർ പ്ലസ് A × A സ്ക്വയർ എന്തായി, 6a സ്ക്വയർ. ഇങ്ങനെ പരസ്പരം കൺസെപ്റ്റുകളെ ലിങ്ക് ചെയ്ത് പഠിക്കുക. ഓക്കെ, കാണാതെ പഠിക്കരുത്, ലിങ്ക് ചെയ്ത് ലോജിക്കലായി മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചിന്തിച്ച് കാര്യങ്ങളിലേക്ക് എത്താം. അല്ലാതെ കാണാതെ പഠിച്ച് പോകരുത്. ഇപ്പോൾ എന്താണ്, സിമ്പിൾ കൺസെപ്റ്റാണ്. ഈ ഒരു ലോജിക്ക് നിങ്ങൾ എല്ലാ കൺസെപ്റ്റിലും അപ്ലൈ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. പറയാം.